വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ ലിപ്സിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇതിനകത്ത് ഇടുന്നത്. വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കറിയാലോ, നമ്മളിപ്പോ എന്തൊക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഡ്രൈനെസ്, ഇതെല്ലാം നമ്മുടെ ഓവറോൾ ലുക്കിനെ അഫക്ട് ചെയ്യാറുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എപ്പോഴും ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് നിങ്ങൾ ചോദിക്കുന്നതും, അത് മാത്രമല്ലാണ്ട് എങ്ങനെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാന്നുള്ളത് ചോദിക്കുന്നതും, പിന്നെ നമ്മുടെ ചാപ്പ് ലിപ്സ് എങ്ങനെ സെറ്റ് ആക്കാന്നൊക്കെ ചോദിക്കുന്നത്. ഇനി നമ്മൾ ഫുൾ അത് കവർ ചെയ്തിട്ട്, അതുകൂടാതെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതും അതല്ലാത്തതായിട്ടുള്ള കുറച്ച് ലിപ് ബാംസിനെ ഒക്കെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് റീസണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എല്ലാ പ്രാവശ്യത്തെയും പോലെ. നമ്മുടെ ലിപ്പ് എന്തുകൊണ്ടാണ് ഡാർക്ക് ആവുന്നത്? ഒരുപാട് റീസൺ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെറിഡിറ്ററി തന്നെയാണ്. അതായത് പാരമ്പര്യമായിട്ട് നമ്മുടെ ലിപ്പിന് ഒരു കളർ ഉണ്ട്. ആ കളർ ഡാർക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ബ്ലാക്ക് ലിപ്സ് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ. ഇതെങ്ങനെ നിങ്ങൾ ഈ ലിപ്പിൽ എങ്ങനെ ഫ്രിക്ഷൻ വരും? ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിപ്പ് ലിക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ സംസാരിച്ചോണ്ടെങ്കിൽ ഇടയ്ക്കിന് ലിപ്പ് ലിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ലിപ്പിന് നമുക്ക് ഡാർക്ക്നെസ് തരാനുള്ള റീസൺ ആണ്. മൂന്നാമത്തെ ഹോർമോണൽ ചേഞ്ച്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ലിപ്സിന് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ ഹോട്ട് ബിവറേജസ്, അതായത് ചൂട് ചായ, ചൂട് കോഫി, ചൂട് വെള്ളം ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചൂട് കാരണം നമുക്ക് ലിപ്പിന് ഡാർക്ക്നെസ് വരും. പിന്നെ ഒബിയസ്ലി നമ്മുടെ സ്മോക്കിംഗ് റീസൺ ആണ് ലിപ്പിന് ഡാർക്ക്നെസ് വരാനായിട്ട്. പിന്നെ നമ്മുടെ സണ്ണിന്റെ ഡാമേജ്, സൺ കാരണം നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ എങ്ങനെ വരുന്നു എക്സാക്ട്ലി അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിനും വരും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ട് ലിപ് ബാം സ്ഥിരം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് FDA അപ്രൂവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവൽ ഒന്നും ഇല്ലാത്ത ലിപ്സ്റ്റിക് ഒക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. റാൻഡം ആയിട്ട് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ ലോക്കൽ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്താൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നല്ലതല്ല, ഇൻഗ്രീഡിയൻസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലിപ് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വിറ്റാമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ്, ഇത് കാരണം വരും. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ്, അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കാത്തത് കാരണം, അതല്ലെങ്കിൽ നമ്മളിപ്പം ഡീഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ ചാപ്പ് ലിപ്സിലോട്ട് പോവാണെങ്കിൽ അത് കൂടുതൽ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്ത കാരണം, നമ്മുടെ ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് വെതർ കാരണം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലിപ് പ്രൊഡക്ട്സ് കാരണം ഒക്കെ ആയിരിക്കും നമുക്ക് ഡ്രൈ അല്ലെങ്കിൽ ചാപ്പ് ലിപ്സ് വരുന്നത്. ആദ്യമേ സെക്ഷൻ പറഞ്ഞത് ഞാൻ ഡാർക്ക് ലിപ്സിനെ പറ്റിയാണെങ്കിൽ, രണ്ടാമത് ഡീഹൈഡ്രേറ്റഡ് ലിപ്സിനെ പറ്റിയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അതായത് വെതറിന്റെ റീസൺ, പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തത് കാരണം ഒക്കെയാണ് നമുക്ക് കൂടുതലും ചാപ്പ് ലിപ്പ് വരുന്നത്. പിന്നെ അലർജീസ് കാരണം ചാപ്പ് ലിപ്സ് വരാം. അതായത് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ലിപ്പിൽ പറ്റാത്ത പ്രൊഡക്റ്റുകൾ, മാത്രമല്ല നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങളൊക്കെ നമ്മൾ ലിപ്പിന്റെ അടുത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ട്രെറ്റിനോയിൻ, വിറ്റാമിൻ സിയുടെ ഹൈ കോൺസെൻട്രേഷനിലെ വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇതൊക്കെ ചിലപ്പോൾ ലിപ്പിലോട്ട് പോയി ഇതെല്ലാം നമ്മുടെ ലിപ്പ് ഡ്രൈയും ചാപ്പും ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കാരണം നമുക്ക് പിഗ്മെന്റേഷൻ വരും. അപ്പൊ ഇങ്ങനെ കുറേ റീസൺസ് കാരണം നമ്മുടെ ലിപ്പിന്റെ കളർ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ കയ്യിലിരിപ്പ് കാരണം വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നമ്മൾ ലിപ്പിൽ സ്ക്രബ് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് വെച്ചിട്ട്, അതും സോഫ്റ്റ് ഒക്കെ ആണെങ്കിൽ പിന്നെയും ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു വെച്ച് വിടാം. പക്ഷെ ഞാനത് ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര കഴിക്കാൻ നല്ലതാണ്, പക്ഷെ ബോഡിക്ക് അധികം നല്ലതല്ല. എന്നാൽ ആ പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്യും, ഉപ്പ് കൊണ്ട് ലിപ്പ് സ്ക്രബ് ചെയ്യും, ലെമൺ കൊണ്ടൊക്കെ ലിപ്പ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിപ്പിൽ പിഗ്മെന്റേഷൻ വരും. അതുപോലെ തന്നെ ലിപ്പ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ ഇങ്ങനെ കുറേ റീസൺസ് കാരണം നമ്മുടെ ലിപ്പിന് പിഗ്മെന്റേഷൻ വരും. മനസ്സിലായല്ലോ? ഇനി ഇത് എങ്ങനെയൊക്കെ മാറ്റാം, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നല്ലതെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രീറ്റ്മെന്റിലോട്ട് പോണതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് പറഞ്ഞതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ലിപ്പിന്റെ കളർ നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ എല്ലാവർക്കും പിങ്ക് ലിപ്പ് കിട്ടണം എന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈ ബർത്തോ ഹെറിഡിറ്ററി ആയിട്ടോ നിങ്ങൾക്ക് ഓൾറെഡി ഡാർക്ക് ലിപ്പ് ആണില്ലെങ്കിൽ, നമ്മൾ ഈ പറയുന്ന ലിപ് ബാമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറംസോ ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് അതൊരിക്കലും പിങ്ക് കളറിലാക്കാനായിട്ട് പറ്റത്തില്ല. നാച്ചുറലി നിങ്ങളുടെ ലിപ്പ് പിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പിങ്ക് ആക്കാം. പിന്നെ ഓവർ ദി ടൈം നിങ്ങൾ ലിപ്പ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം എന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ അപ്പർ ലിപ്പ് കുറച്ച് ഡാർക്കും ലോവർ ലിപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളറുമാണ്. അല്ലെങ്കിൽ പിങ്ക് കുഴപ്പമില്ലാത്ത നോർമൽ പിങ്കിഷ്, അധികം പിങ്ക് അല്ലെങ്കിൽ നോർമൽ ഒരു കളറാണ്. പക്ഷെ ആ ലിപ്പിന് ഞാൻ ഒരിക്കലും എന്റെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും എനിക്ക് പിങ്ക് ആക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഓവർ ദി ടേം ഞാൻ നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുമ്പോൾ അതിന് SPF ഉള്ള ലിപ് ബാം ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പൊ പ്രോപ്പറായിട്ട് SPF ഉള്ള ലിപ് ബാം ഇടത്തില്ല. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര
സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ, ചൂട് ചായ കുടിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ചെറിയ പിഗ്മെന്റേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിയെന്ന് വെച്ചാൽ SPF ഉള്ള ലിപ് ബാമും പിന്നെ ലിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലിപ്പിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് മോയിസ്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ നാച്ചുറൽ ലിപ് കളർ നമുക്ക് നോർമൽ ലിപ് ബാംസ് കൊണ്ട് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഹോം റെമഡീസ് എടുക്കുകയാണെങ്കിൽ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ ഒരിക്കലും നമുക്ക് ഹോം റെമഡി കൊണ്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. ഡെഫിനറ്റ്ലി ആയുർവേദത്തിൽ കുറെ ഓയിൽസ് ഉണ്ട്. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞുതരാൻ അറിഞ്ഞിടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരില്ല. പക്ഷെ ആയുർവേദത്തിൽ കുറെ ഓയിൽസ് ഏത് 2 ഓയിൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ പേഴ്സണലി ഞാൻ കേട്ടിട്ടുള്ള 2 ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റും. അതറിയണമെങ്കിൽ നിങ്ങൾ ആയുർവേദ ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ പോകണം. അതല്ലാണ്ട് ഹോം റെമഡി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പോകില്ല. എനിക്കറിയാം. ഇനി വരുന്ന ബീട്രൂട്ട് ലിപ് ബാം അല്ലെങ്കിൽ ക്യാരറ്റ് ലിപ് ബാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും. ഈ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ ലിപ് ബാംസിൽ ഉണ്ടാവണം. പ്രത്യേകിച്ചും ബീട്രൂട്ട് ലിപ് ബാമിൽ ഉണ്ടാവണേന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിന് ഒരു സ്റ്റെയിൻ തരികയാണ്, അതായത് കളർ തരികയാണ്. നമ്മളിപ്പോ ബീട്രൂട്ട് അരിയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ സ്റ്റെയിൻ ആവത്തില്ലേ, എക്സാക്ട്ലി സെയിം തന്നെ നമ്മുടെ ലിപ്പിനും കിട്ടും. ഇപ്പൊ ഇത് അതൊന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഹോം റെമഡി വെച്ചിട്ട് നമ്മൾ ഈ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബീട്രൂട്ട് ലിപ് ബാം വെച്ചിട്ട് മാത്രം നമ്മുടെ ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പറ്റത്തില്ല. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ ലിപ്പിന് പ്രശ്നങ്ങൾ വരുന്നു. ലിക്കിംഗ് ആണോ, അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ ലിപ്പ് ഇങ്ങനെയാണോ, അതല്ലെങ്കിൽ ഹോർമോണലോ അല്ലെങ്കിൽ മെഡിക്കേഷൻ എന്ത് റീസൺ കൊണ്ടാണോ നമ്മുടെ ലിപ്പിന് ഈ പ്രശ്നം വരുന്നത്, അത് മനസ്സിലാക്കാം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ഇല്ലാത്ത ലിപ് ബാം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ചില ലിപ് ബാംസ് വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കർപ്പൂരത്തിന്റെ ക്യാമ്പറിന്റെ ഒക്കെ സ്മെല്ല് വരുന്ന ലിപ് ബാംസ് ഉണ്ടാവും, അല്ലെങ്കിൽ മിന്റിന്റെ ഒക്കെ സ്മെല്ല് വരുന്ന ലിപ് ബാം ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കർപ്പൂരത്തിൻ്റെത് അല്ലെങ്കിൽ കർപ്പൂരത്തിന്റെ മണമുള്ള ലിപ് ബാം, മിന്റിന്റെ ഒക്കെ മണമുള്ള ലിപ് ബാം എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിനെ ഇറിറ്റേറ്റഡ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല ചില സമയത്ത് നമ്മുടെ ലിപ്പിനെ അഡിക്റ്റഡ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ലിപ് ബാം ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം 3 നേരോ 4 നേരോ കിട്ടാൻ ഓക്കെ ഫൈൻ. പക്ഷെ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടും. ഇത് ചിലപ്പോൾ അഡിക്ഷനിലോട്ട് പോകും. അതൊരിക്കലും നമ്മുടെ ലിപ്പിന് നല്ലതല്ല. മാത്രമല്ല ലോങ് ടേംസിലോട്ട് നമുക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലുള്ള ഇഷ്യൂസിലോട്ട് എത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും ലിപ് ബാം ഇടാനായിട്ട്. ഇനി ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസ് പറഞ്ഞു തരാം. അതിന്റെ കൂടെ തന്നെ ഇത് ഏതൊക്കെ ലിപ്പിനായിരിക്കും നല്ലത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പോഴത്തെ എന്റെ കറണ്ട് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാംസിനെ പറ്റി പറഞ്ഞുതരാം. ഇത് രണ്ടുമാണ്. ഇത് രണ്ടും അല്ല, ബേസിക്കലി ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഈ ഒരു ലിപ് ബാം ആണ്. ഇതിപ്പം ഇൻസ്റ്റഗ്രാമിൽ ഉള്ള ആൾക്കാർക്കറിയാം വിഷ് കെയറിന്റെ ഒരു ലിപ് ബാം ആണ്. കാരണം ലൈക്ക് ഇതാണ് ഇതിന്റെ അവസ്ഥ. ഞാൻ അടുത്ത ബോക്സ് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് SPF 50 PA++ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് സെറമൈഡ്സ്, ഇപ്പൊ ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് സെറമൈഡ്സും സെറമൈഡ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്. പിന്നെ ഇതിന്റെ ടിന്റ് തരുന്നത് വാട്ടർമെലോൺ ആണ്. ഇതിനകത്തോട്ട് പോകുമ്പോൾ ബാക്കിയെല്ലാം ഒന്നാണ്, പക്ഷെ കൊക്കോ ബട്ടറാണ്. അപ്പൊ നിങ്ങൾക്ക് ടിന്റ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാം, അല്ലെ ടിന്റ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യാം. അത് രണ്ടാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഡ്രൈ ലിപ്പാണ് വെച്ചാൽ ഭയങ്കരമായിട്ട് ചാപ്റ്റിലോട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാൽ കുറച്ച് നോർമൽ ടു ഡ്രൈ ലിപ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് മോർണിംഗിൽ SPF ഉള്ള, അതും നല്ല പിഗ്മെന്റേഷനുള്ള ആൾക്കാർക്ക് എപ്പോഴും പറയും SPF 50 ഉള്ള ലിപ് ബാം എടുക്കണം. അപ്പൊ അങ്ങനെ അത്രയും ഡാർക്ക് പിഗ്മെന്റേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ലിപ് ബാം ആണ്. ഇടയ്ക്ക് ആരൊക്കെ എനിക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ ലിപ്പ് ഡ്രൈ ആക്കിയത്. അപ്പൊ എനിക്ക് ഡൗട്ട്, ഇനി ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഡ്രൈനെസ് ഇല്ലാത്തതാണ്, ആർക്കെങ്കിലും ഡ്രൈനെസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡ് നോക്കി. കാരണം പുള്ളിക്കാരെ അധികം ലിപ് ബാംസ് യൂസ് ചെയ്യാത്തതാണ്. അപ്പൊ അയാളെ കൊണ്ട് ഞാൻ ഇതിന്റെ ഒരെണ്ണം യൂസ് ചെയ്യിപ്പിച്ചു. പുള്ളിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പം എനിക്ക് അറിയില്ല, മേ ബി നിങ്ങൾ ലിപ് പ്രൊഡക്റ്റിന്റെ മാത്രം ആയിരിക്കില്ല നിങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും ഇതിന്റെയോ കാലാവസ്ഥ ചേഞ്ച് ആയതിന്റെയോ, അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് അലർജി ഉള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ആ ഒരൊറ്റ കമന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ ലിപ് ബാമിന്റെ കാര്യത്തിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നൈറ്റിലും മോർണിംഗിലും കറന്റ് ഇടയ്ക്ക് ഇപ്പൊ ഒരു മാസമായിട്ട് നൈറ്റിൽ ഈ ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എനിക്ക് നൈറ്റിൽ വേറെ ലിപ് ബാം ഉണ്ടായിരുന്നു, അത് ഏതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിവേസ്, അപ്പൊ ഈ നിങ്ങൾക്ക് കുറച്ച് ഡാർക്ക് ലിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെറിയ ടിന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ് ബാം വിഷ്കേന്റെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യാം. ചെറിയ ഒരുപാട് ടിന്റ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ചില യൂട്യൂബിൽ തന്നെ ഞാൻ ചില വീഡിയോസ് എടുക്കുന്ന ഈ ഒരു ലിപ് ബാം മാത്രം ഇട്ടിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ടിന്റ് ഈ ലിപ് ബാം തരും. അപ്പൊ നിങ്ങൾക്ക് തീരെ ടിന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പുതിയ കാണിച്ചതാണ്, പക്ഷേ ഇത് കാണാനില്ല അന്വേഷ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം. ഇത് തീരെ ടിന്റ് ഇല്ലാത്ത എന്നാൽ നമ്മുടെ ലിപ്പിന് ഒരു ചെറുതെന്നല്ല അത്യാവശ്യം ഹൈഡ്രേഷൻ തരുന്ന ലിപ് ബാം ആണ്. പക്ഷെ നിങ്ങളുടെ ചാപ്പ് ലിപ്പ് ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പോണില്ല, അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾക്കൊരു
SPF വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് വർക്ക് ചെയ്യാനായിട്ട് പോണില്ല. പക്ഷെ പിഗ്മെന്റഡ് ലിപ്പ് ആണെങ്കിൽ വിഷ് കെയറിന്റെ ഈ ഒരു ലിപ്പ് ബാം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുകയും ചെയ്യും. അടുത്തതാണ് മിനിമലിസ്റ്റിന്റെ ഈ ഒരു ലിപ്പ് ബാം. ഇത് വിഷ് കെയറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ ഇതിനകത്ത് SPF 30 ഉള്ളൂ. ഇതിനകത്ത് PA ഇല്ല, SPF 30 ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നമുക്ക് ലിപ്പ് പ്രൊട്ടക്ഷൻ തരും. നിങ്ങൾക്ക് അധികം പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല, പക്ഷെ എന്നാൽ കുറച്ച് ഡ്രൈ ലിപ്പാണ്, കുറച്ച് ഡ്രൈ ചാപ്പ് ലിപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്പ് ബാം ആണ്. ഈവൻ ദോ കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ്പ് ബാം യൂസ് ചെയ്യാൻ ഇഷ്യൂ ഇല്ല. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സെറമൈഡ്സും ഹൈലറോണിക് ആസിഡാണ്. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡ്രൈ ചാപ്പ് ലിപ്പാണ്, നിങ്ങൾക്ക് എന്നാൽ ഒരു SPF പ്രൊട്ടക്ഷൻ കൂടെ വേണ്ടിയ ലിപ്പ് ബാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിപ്പ് ബാം യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇത് അധികം കൈ പിടിക്കുന്നില്ല, കൈ പൊട്ടും, എന്റെ കയ്യിൽ നിന്ന് ഇത് വീട് പൊട്ടിപ്പോയി. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുപ്പി എടുത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ലിപ്പിന് ചുറ്റും ചിലപ്പോൾ ഒരു പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്, എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം. എനിക്ക് വന്നിട്ടില്ല, എൻ്റെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്കൊരു ഒരു കുരു അങ്ങനെ ഒന്നും ഇത് തന്നിട്ടില്ല, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്ക് ഭാഗ്യം കുറച്ചുണ്ട്. നമ്മുടെ വാസ്ലിൻ ഇല്ലേ, നമ്മുടെ വാസ്ലിൻ ലിപ് ബാം, അതിന്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ലിപ് ബാം ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇപ്പൊ അധികം ടിന്റ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കാർ, താല്പര്യം ഇല്ലാത്ത ആളാണ്, കുറച്ച് അധികം ഹൈഡ്രേഷൻ ലിപ്പിന് വേണം, SPF പ്രൊട്ടക്ഷനും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ലിപ് ബാം ആണ് ഇത്. പിന്നെ മിനിമലിസ്റ്റ് ആയിട്ട് അറിയാലോ, അവരെല്ലാം മിനിമൽ ആക്കി വെച്ച് പക്ഷെ നല്ല ക്വാളിറ്റി സാധനം തരുന്ന ആൾക്കാരാണ്. സോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എത്ര ചാപ്പ് ലിപ്പാണ്, നിങ്ങളുടെ ലിപ്പിൽ ചെറിയ ക്രാക്ക് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഇനി ഏതെങ്കിലും ഒക്കെ ലിപ് ബാമോ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത ലിപ്പിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എടുക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആണ് ഇത്. പിന്നെ ഇതിന്റെ പ്രശ്നം പെട്ടെന്ന് കുപ്പി പൊട്ടും, പെട്ടെന്നല്ല അത്യാവശ്യം ചില കുപ്പി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതൊന്ന് നോക്കുക. പിന്നെ മെസ്സി യൂസേഴ്സ് ആണെങ്കിൽ, അതായത് ക്യാപ്പ് ഒക്കെ കളയുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചിലപ്പോൾ പണി തരും, കാരണം കുറച്ച് പുഴകുഴ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇത് അത്രയും ബെനിഫിറ്റ് ഉള്ള ലിപ് ബാം ആണ്. സോ അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ഒരാളുടെ സൈഡിൽ നിന്ന് പറയാൻ വെച്ചാൽ യൂസ് ചെയ്യുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് പറയാണ്. പക്ഷെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോഴും റിസൾട്ട് വെച്ച് നോക്കുമ്പോഴും ഇന്നേക്ക് എന്റെ ഫേവറേറ്റ് ലിപ് ബാംസുകളിൽ ഒന്നാണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ നെഗറ്റീവ് പറയാൻ വേണ്ടി എനിക്ക് പറയാം, ഇത് ഇങ്ങനത്തെ ബോട്ടിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു മെസ്സിനെസ് തോന്നും. കുറച്ച് മാത്രം എന്ന് വെച്ചാൽ മെസ്സിനെസ് തോന്നാനുള്ള കാരണം കുറച്ച് കട്ടി കൂടുതലാണ്, ചിലപ്പോൾ ആൾക്കാർക്ക് മെസ്സിനെസ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് ലിപ് ബാം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കൈ പ്രോപ്പറായിട്ട് നിങ്ങൾ തുടയ്ക്കാതെയൊക്കെയാണ് ഇതിനകത്ത് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈജീൻ ഇഷ്യൂ അങ്ങനെയൊക്കെ വരും. അപ്പൊ അതിനുവേണ്ടി ചെറിയ സ്പാച്ചിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ചാപ്പ് ലിപ്പ് വിത്ത് SPF വേണമെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റിന്റെ ഈ ഒരു ലിപ് ബാം ട്രൈ ചെയ്ത് നോക്കാം. ഡെഫിനറ്റ്ലി വർത്ത് ട്രൈയിങ്, വർത്ത് ഓഫ് ദി മണിയാണ് കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ ഞാൻ പണ്ടത്തെ എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനിലോ രണ്ടാമത്തെ നൈറ്റ് ടൈം സ്കിൻ കെയറിലോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ലിപ് ബാം ആണ് നമ്മുടെ ബയോകൂളിന്റെ ലിപ് ബാം. ഇത് നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഡ്രൈ ലിപ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ചെറിയ വിപരീതം പിഗ്മെന്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിപ് ബാം നൈറ്റ്ലി യൂസ് ചെയ്യാം. ഇത് ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറയാത്ത ഇതിനകത്ത് SPF ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഒമേഗ ഉണ്ട്, സ്ക്വാളിൻ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. സ്ക്വാളിൻ നമുക്കറിയാം നല്ല രീതിയിൽ നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വിറ്റാമിൻ ഇ നമ്മളെ പിഗ്മെന്റേഷൻ മാറ്റില്ല, ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. ഇതിന്റെ കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്ക് ഇതാണ് എന്ന് വെച്ചാൽ ഇപ്പം ഇതും നമ്മൾ മിനിമലിസ്റ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, കാരണം ഞാനൊരു ലിപ് ബാം ഇതെനിക്ക് ആക്സിഡന്റലി ഞാൻ വാങ്ങിച്ചത് എനിക്ക് PR വന്ന ലിപ് ബാം ആണ്. എന്റെ ലിപ് ബാം ഇങ്ങനെ തീർന്നിരുന്നപ്പോ എന്നാ ഇതൊന്ന് ട്രൈ നോക്കാന്ന് പറഞ്ഞ് ട്രൈ ചെയ്താണ്. അപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് ഒരാഴ്ച ട്രൈ ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ 1-2 ആഴ്ച ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആ ഒരു ഡിഫറൻസ് കണ്ടത്. ഇത് ഞാൻ ലാസ്റ്റ് ഇയറിൽ ഇതിനും ഈ വർഷത്തിന് മുന്നെയാണ് ഞാൻ ഒന്നര വർഷത്തിനിടയിൽ എന്തുവാണ് ഞാനിത് ഡേറ്റിന് കറക്റ്റ് ഓർമ്മയില്ല, ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഡെഫിനറ്റ്ലി വർത്ത് ട്രൈങ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് ചില സമയത്ത് രാത്രി ഞാൻ മോർണിംഗിൽ SPF ലിപ് ബാം കണ്ടിന്യൂസ് 1 വീക്ക് ചേർക്കാതിട്ട് എനിക്ക് ഡെഫിനറ്റ്ലി ലിപ്പിൽ പിഗ്മെന്റേഷൻ വരും. പക്ഷെ ആ പിഗ്മെന്റേഷൻ ഉണ്ട് എന്നാൽ അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് എനിക്ക് ഇതുകൊണ്ട് പറ്റി. അപ്പൊ നിങ്ങൾക്ക് SPF ഉള്ള ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ അധികം പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല എന്നാൽ രാത്രി ഹീലിങ്ങിനും ഒരു പിഗ്മെന്റേഷൻ മാറ്റാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ഒരുവിധം ഡ്രൈ ഹൈഡ്രേറ്റഡ് ലിപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ലിപ്പിന്റെ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചാപ്പ് ലിപ്പ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ചാപ്പ് ലിപ്പ് മാറ്റാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്തില്ല. കൂടുതലും പിഗ്മെന്റേഷൻ മാറ്റാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ബയോക്യൂളിൽ ഈ ഒരു സാധനത്തിനകത്തുള്ളത്.
ഈ ഒരു ലിപ് ബാമിനകത്തില്ല. അടുത്തതാണ് നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ലിപ് ബാം ആയിരിക്കും അക്വലോജിക്കയുടെ ലിപ് ബാം അല്ല, ലിപ് മാസ്ക് ആണ്, റേഡിയന്റ് പ്ലം ലിപ് മാസ്ക് ആണ്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തൊന്നും ഇല്ല. എനിക്ക് കൺസിസ്റ്റൻസി കാണിച്ചു തരാൻ പോലും ഇതിനകത്ത് ഇത്തിരി പോലും ഇല്ല. ഇത് അത്രയും പഴയതാണ്, ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ ഇതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇതിനകത്ത് ഷിയ ബട്ടറും നിയാസിനമൈഡും ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് കോക്കനട്ട് ഓയിൽ അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. പക്ഷെ ഇത് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ ലിപ്പിന് ചുറ്റും ഒരു കുരു വന്നിട്ട് പറഞ്ഞാലും കേട്ടിട്ടില്ല. കാരണം ഇത് അത്രയും തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ലിപ് ബാം അല്ലാത്തതുകൊണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾക്ക് നൈറ്റിൽ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാം വേണം, നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ് മാസ്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും ലെനേജിന്റെ ലിപ് മാസ്കിനൊക്കെ ഇക്വലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ് മാസ്ക് ആണ് ഇത്. ഞാൻ ലെനേജ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബോക്സ് എൻ്റെ പോയി. പക്ഷെ ഞാൻ ലെനേജ് വാങ്ങിയിട്ട് അടുത്ത പ്രാവശ്യം ലെനേജിന്റെ കുറച്ച് ഹൈ എമൗണ്ട് ആയതുകൊണ്ട് എനിക്ക് വേറെ സിറം വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഞാൻ കോമ്പൻസേറ്റ് ചെയ്താണ് ഈ ഒരു ലിപ് ബാം വാങ്ങിച്ചത്. ഇതെന്റെ 3ാമത്തെ ബോക്സ് ആണ്, ബാക്കി ഞാൻ എടുത്ത് ഒഴിവാക്കി. അപ്പൊ ഈ ഒരു ലിപ് ബാം എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ സമയത്ത് ഞാൻ ചാനലൊന്നും തുടങ്ങാതിരുന്ന സമയത്ത് ഉള്ള സാധനമാണ് കേട്ടോ ഇത്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആ സമയത്തുള്ള ലിപ് ബാം ആണ്. അപ്പൊ ഇതെനിക്ക് അന്ന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ് ബാം ആണ്. പക്ഷെ ഇത് ഞാൻ നൈറ്റ് ആണ് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് SPF ഇല്ല, ഓൾമോസ്റ്റ് ലിപ് മാസ്ക് ആണ്, ഇതിനകത്ത് SPF ഇല്ല. പക്ഷെ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഹൈഡ്രേറ്റിംഗ് പ്ലം ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ലിപ് മാസ്ക് യൂസ് ചെയ്ത് ഈ ഒരു അക്വലോജിക്ക നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, വീഡിയോ ഒട്ടും കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് മിസ്സായിക്കോ, സോറി. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ലിപ്പ് ഇപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾ നൈറ്റിൽ ലിപ് ബാം യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതെപ്പോഴും ഒന്ന് മനസ്സിൽ വെക്കട്ടെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പൊ നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ലൈറ്റ് ഒരു നിങ്ങൾക്ക് ലിപ് ബാം മാസ്ക് വേണം, എന്നാൽ ഹൈഡ്രേഷൻ വേണം, എന്നാൽ ഓവറായിട്ടൊരു അവസ്ഥ വേണ്ട, വാസലിന്റെ അത്രയും കൺസിസ്റ്റൻസി വേണ്ട, എന്നാൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ലിപ് മാസ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്വലോജിക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇനി ലെനേജിന്റെ ലിപ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് എത്ര നല്ല ലിപ് മാസ്ക് ആണെന്ന്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന ലിപ് മാസ്ക് ആണ് ഈ അക്വലോജിക്കയുടെ ഈ ലിപ് മാസ്ക്. ഇനി നിങ്ങളുടെ ഡ്രൈ ചാപ്പ് ലിപ്പ് ആണെങ്കിൽ ഞാൻ ഈ ആദ്യമേ പറഞ്ഞ 3-4 ലിപ് ബാമും അല്ല 5 ലിപ് ബാമും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പോകണില്ല. അതിന് നിങ്ങൾ ഇങ്ങനത്തെ ലിപ് ബാം തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ വാങ്ങിച്ച ലിപ് ബാം ഫിക്സ്റ്റേമയുടെ ഈ ഒരു ചാപ്പ് ലിപ്പിന്റെ ലിപ് ബാം. ഇതിനകത്ത് പെട്രോളിയം അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉള്ളത്. ലിറ്ററലി നമ്മുടെ ലിപ്പിന് ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു അധികം തിക്കല്ല, എന്നാൽ നമുക്കൊരു നല്ല മോയിസ്ചറൈസർ പോലെ ഹൈഡ്രേഷൻ തരുന്ന ഒരു ലിപ് ബാം ആണ് ഇത്. കണ്ടോ, ഒരു ലിപ് ബാം ആണിത്. പിന്നെ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നല്ല ചാപ്പ് ലിപ്പ് ആണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ലിപ് ബാം ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് എപ്പോഴും പറയുന്നത് നൈറ്റിൽ യൂസ് ചെയ്യുക, കാരണം ഇതിനകത്ത് SPF ഇല്ല. മാത്രമല്ല നിങ്ങൾ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നൈറ്റിൽ ലിപ് ബാം നോക്കിയാൽ ഇത് വർക്ക് ആവാനായിട്ട് പോണില്ല. നിങ്ങളുടെ ഡ്രൈ ചാപ്ഡ് ലിപ്പ് ആണെങ്കിൽ അത് മാറ്റാനായിട്ട്, ലിപ്പിന് ഒരു മോയിസ്റ്റ് ലുക്ക് തരാനായിട്ടാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യും 100%. കാരണം എനിക്കൊരു ഗോ ടു ആണ്. എനിക്ക് എപ്പോഴെങ്കിലും എന്റെ ലിപ്പ് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്നു എന്നൊക്കെ തോന്നിയാൽ എന്റെ ഒരു ഗോ ടു ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ആണിത്. പക്ഷേ നിങ്ങളൊരു പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്ന ഒരു ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ഹൈഡ്രേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്തില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ട് ലിപ് ബാം നോക്കിയിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓവർ ആയിട്ട് തോന്നും. പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നോക്കിയാൽ ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആവും. പക്ഷെ നിങ്ങൾ ചാപ്പ് ലിപ്പ് ഉണ്ടെങ്കിലും ഡീഹൈഡ്രേറ്റ് ലിപ്പ് ഉണ്ടെങ്കിലും അത് മാറ്റാനായിട്ട് ലിപ് ബാം ആയിട്ട് നോക്കിയാൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ഫിക്സ്റ്റേമയുടെ ലിപ് ബാം. ഇനി നൈറ്റിലാണ് നിങ്ങൾക്കൊരു ലിപ് ട്രീറ്റ്മെന്റ് വേണം, നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി വിറ്റാമിൻ സി വേണം ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആണ് മിനിമലിസ്റ്റിന്റെ L-ascorbic ആസിഡ്. ഇതിനകത്ത് 8% L-ascorbic ആസിഡ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി, എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇത് എത്ര പഴയതാണെന്ന് നിങ്ങൾക്ക് കാണാം, ഓക്സിഡൈസ് ആയിപ്പോ. അപ്പൊ ഇതിനകത്ത് എത്രത്തോളം ഞാൻ അതുകൊണ്ട് ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പഴയ ബോട്ടിലാണ്, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇതിപ്പോ ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റേ ഇതെത്ര തുറന്നു കഴിഞ്ഞാൽ പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ 6 മാസം നിൽക്കത്തുള്ളൂ എന്ന് ഇവർ കറക്റ്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അങ്ങനത്തെ അതുകൊണ്ടാണ് ഇതൊരു ഈ ബ്രൗൺ കളറിൽ ഇത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു വൈറ്റ് കളറാണ് ഇതിന്റെ കൺസിസ്റ്റൻസി വരുന്നത്. എനിക്ക് തോന്നുന്നു വേറെ ഒരു ഫസ്റ്റ് നൈറ്റ് ടൈം റൊട്ടീനിൽ ഞാൻ ഈ ലിപ് ബാം ആണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് L-ascorbic ആസിഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടേത് നോർമൽ ലിപ്പാണ്. ചാപ്പൊന്നും പാടില്ല കേട്ടോ, ചാപ്പൊന്നും അല്ലാത്ത നോർമൽ ആയിട്ടൊരു ലിപ്പാണ്. പക്ഷെ നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ
ഈ ബഡ്ഡിയെ ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ഡെഫിനറ്റ്ലി മാറും. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്പാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ പോലും ലിപ്പിന് ഇറിറ്റേഷൻസ് വരുന്ന ആൾക്കാരാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്പ് മുറിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ നന്നായിട്ട് മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത് ലിപ്പ് സ്ക്രബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലിപ് ബാം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പണിയും കിട്ടും. കാരണം ഇതിനകത്ത് എല്ലാം അസ്കോർബിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ല സ്ട്രോങ് ഫോമിലാണ് 8% അസ്കോർബിക് ആസിഡ് നമ്മുടെ ലിപ്പിലോട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ചാപ്നെസ് ഉള്ള ലിപ്പിലോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പല്ല് ബ്രഷ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ക്രബ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ലിപ് മാസ്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് നല്ല തുടച്ച് കളയുന്ന ശീലമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലിപ്പിന് അതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പിന് ഇറിറ്റേഷൻസ് വരും. അതിന്റെ കൂടെ നിങ്ങൾ വിറ്റാമിൻ സി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലിപ്പ് ഇറിറ്റേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ലിപ്പ് നന്നായിട്ട് സൂക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, അതായത് നിങ്ങൾ ലിപ്സ്റ്റിക് അങ്ങനെ വലിച്ചു വിടാത്ത ആൾക്കാരാണ്, ലിപ് സ്ക്രബ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്, ലിപ്പിന് ചാപ്പിനെസ്സോ ഫ്ലേക്കിനെസ്സോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, പിഗ്മെന്റേഷൻ നോർമൽ ലിപ്പ് ആണെങ്കിൽ ലിപ്പിന്റെ ബ്ലാക്ക്നെസ് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. 100% വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഒരിക്കലും വർക്ക് ചെയ്യാനായിട്ട് പോണില്ല കേട്ടോ. കാരണം ഇത് ഓൾറെഡി ലിപ്പ് ഇറിറ്റേറ്റഡ് ആയിരിക്കും, നമ്മൾ അത്രയും ഹൈ കോൺസെൻട്രേഷൻ വിറ്റാമിൻസ് ലിപ്പിൽ കൊടുത്ത് വിറ്റാമിൻ സി അത് ലിപ്പിന് ഇരട്ടി ഇറിറ്റേറ്റഡ് ആക്കാനേ പോകുള്ളൂ. അത് കാരണം നിങ്ങളുടെ പിഗ്മെന്റേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഇറിറ്റേഷൻസ് എന്തെങ്കിലും ലിപ്പിനുണ്ടെങ്കിൽ അതെല്ലാം മാറിയതിനു ശേഷം ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ ഡെഫിനറ്റ്ലി മാറും. അടുത്തതാണ് ഡോട്ട് ആൻഡ് ഗിയുടെ 2 ലിപ് ബാം. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ലിപ് ബാം ഡിസപ്പോയിന്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ലിപ് ബാം ആണ് ഡോട്ട് ആൻഡ് ഗിയുടെ ലിപ് ബാം. സോറി, കാരണം എനിക്ക് ഡോട്ട് ആൻഡ് ഗി എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡാണ്, പക്ഷെ ഈ ലിപ് ബാം എനിക്ക് തീരെ വർക്കായില്ല. ഇതൊക്കെ ഞാൻ ഈ അക്വലോജിക്ക് യൂസ് ചെയ്ത സമയത്ത് ഞാൻ അവർ ലോഞ്ച് ചെയ്ത സാധനമാണ്. ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഇതിന്റെ കളറൊക്കെ കണ്ടൊക്കെയാണ് വാങ്ങിച്ചത്. അയ്യോ ഇതാണ് അതിന്റെ ഒരു ലൈറ്റ്, ഇത്രയും ഇതാണ്. മാത്രമല്ല കട്ടി കൂടുതലാണ്. നമ്മൾ ഒരിക്കലും ഒരു ലിപ് ബാം ഇത്രയും ഇങ്ങനെ വരുന്ന ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അത് മാത്രമല്ല ഈ റെഡ് എല്ലാവർക്കും ചേരണമെന്നില്ല. ഡെഫിനറ്റ്ലി ഇവർക്ക് വേറെ റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലിപ്പിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തില്ല. പോട്ടെ, അത് ഞാൻ കളഞ്ഞു. എനിക്ക് ലിപ്പിൽ പിഗ്മെന്റേഷൻ കൂടി. കാരണം എന്താ വെച്ചാൽ ഞാൻ SPF 30 ഉള്ള ലിപ് ബാം ആണെന്നും പറഞ്ഞ് യൂസ് ചെയ്തിട്ട് എനിക്ക് SPF 30 കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഈ ലിപ് ബാമിന്. പക്ഷേ ഡോട്ട് ആൻഡ് ഗിക്ക് ഞാൻ മാത്രമല്ല, ഇത് മൊത്തത്തിൽ നെഗറ്റീവ് റിവ്യൂ ഈ ലിപ് ബാമിന് വന്നുകൊണ്ട് തന്നെ അവർ ഇറക്കിയതാണ് ഡോട്ട് ആൻഡ് ഗിയുടെ ഈ ഒരു ലിപ് ബാം. ആദ്യമേ തന്നെ ഡോട്ട് ആൻഡ് ഗിയുടെ കളർ ലിപ് ബാം വാങ്ങിച്ച് പണി കിട്ടിയോണ്ട് ഞാൻ യൂസ് ചെയ്താണ് അവരുടെ ഈ ഒരു ലിപ് ബാം. ഇതിനകത്ത് കളറില്ല, ഇതൊരു ഗ്ലിറ്റർ ടൈപ്പ് സാധനമാണ് ഇതിനകത്തുള്ളത്. ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഗ്ലിറ്റർ ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ഒന്ന് ഇതിന്റെ ആപ്ലിക്കേറ്റർ നോർമൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേറ്റർ തന്നെയാണ് അവർ യൂസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഉള്ള കണക്ക് അത്ര നോർമൽ ആപ്ലിക്കേറ്റർ ആണ് യൂസ് ചെയ്തത്. അത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മൾ ലിപ് ബാമിന് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ ആണെങ്കിൽ നമ്മൾ ലിപ്പിൽ ഇടാനായിട്ട് കുറച്ച് ഈസി ആവും. 2, ഇതിന്റെ ആപ്ലിക്കേറ്റർ കണ്ടോ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കുള്ള ഡിസപ്പോയിന്റ് ആയിട്ട് തോന്നി. ഇതൊരു നമ്മുടെ കാർ പെയിന്റിനൊക്കെ എടുക്കുന്ന അത് കണക്ക് എനിക്ക് തോന്നി. ജെയിംസ് ചാൾസിന്റെ പെയിന്റ്സിന്റെ ഒരു പാക്കേജ് കണക്കൊക്കെ തോന്നി. എനിവേസ്, അപ്പൊ അത് വിടും. അപ്പൊ കളർ അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് പ്രൊഡക്റ്റ് വരുത്താനായിട്ട് തോന്നി. അതൊന്നാമത്തെ കാര്യം. അതൊക്കെ പ്രൊഡക്റ്റിന്റെ ബാക്കി കാര്യം. നമ്മുടെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് പോവാണെങ്കിൽ ഇതിനകത്ത് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ആയിരുന്നു, ഇതിനകത്ത് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ആയിരുന്നു, ഇതിനകത്ത് SPF 30 ആയിരുന്നു, ഇതിനകത്ത് SPF 30 ആയിരുന്നു. പക്ഷെ ഇതെനിക്ക് ഡെഫിനറ്റ്ലി ലിപ്പിന് SPF തന്നു, സൺ പ്രൊട്ടക്ഷൻ തന്നു. ഇതെനിക്ക് തന്നിട്ടില്ല. എന്താ റീസൺ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ഈ ഒരു ബോക്സിന്റെ ആയിരിക്കാം. പക്ഷെ മൊത്തത്തിൽ എനിക്ക് കിട്ടിയ റിവ്യൂ വെച്ചിട്ട്, ഞാൻ കൊടുത്ത ആൾക്കാരുടെ റിവ്യൂ വെച്ചിട്ട് ആർക്കും ഇത് വർക്ക് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ നിർത്തി പകുതി. കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല, കണ്ടിന്യൂ യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത ലിപ് ബാം ആയിരുന്നു ഇത്. പക്ഷെ ഇത് എനിക്ക് ഡെഫിനറ്റ്ലി വർക്കായി എന്ന് മാത്രമല്ല, ഒരുവിധം ഞാൻ കുറെ കാലത്തേക്ക്, കാരണം ഇത് തീരാറായി, കുറെ കാലത്തേക്ക് എനിക്കൊരു SPF ലിപ് ബാം വിഷ് കെയറും ഡീകൺസ്ട്രക്റ്റിനും ഒക്കെ മുന്നേ ഞാൻ യൂസ് ചെയ്തൊരു SPF ഉള്ള ലിപ് ബാമിൽ ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്തു. കാരണം ഈ മിനിമലിസ്റ്റിന്റെ കൂടെ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം ആയിട്ട് ഡോട്ട് ആൻഡ് ഗിയുടെ ലിപ് ബാം മാറി. കാരണം ഇപ്പൊ എനിക്ക് പുറത്തോട്ട് പോകണം, എനിക്കൊരു ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യമില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമെങ്കിൽ പുറത്ത് പോകുമ്പോൾ അധികം ലിപ്സ്റ്റിക് ഇടാത്ത ആളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ലിപ് ബാം എന്റെ കയ്യിൽ വേണം. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് എവിടെ പോകാനും ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആയിട്ട് ഇവരുടെ ഈ ഒരു ലിപ് ബാം മാറി. ഡോട്ട് ആൻഡ് ഗി ഇക്വലി ക്രാക്ക് ചെയ്തായിരുന്നു ഈ ഒരു ലിപ് ബാമിൽ. പക്ഷെ ഇതിനകത്ത് ഒരു അട്ട ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാലും ആൾക്കാരുടെ റിവ്യൂ കേട്ടിട്ട് വർക്ക് ചെയ്യാൻ ഡോട്ട് ആൻഡ് ഗിക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായത്. അവർ ഇത് മാറ്റിയിട്ട് ഈ ഒരു ലിപ് ബാംസും ഇറക്കിയപ്പോഴാണ്. ഇതിന്റെ കളർ റേഞ്ചും ഉണ്ട് കേട്ടോ, അതും അത്യാവശ്യം നല്ലതാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് പറഞ്ഞിട്ട് അവർ വാങ്ങിയിട്ട് അവർ യൂസ് ചെയ്ത് നോക്കി, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ലിപ് ബാം തന്നെയായിരുന്നു ഡോട്ട് ആൻഡ് ഗിയുടെ ലിപ് ബാം. പക്ഷെ ഇത് അട്ട ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊരു ഡെയിലി ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യമില്ല, ലിപ് ബാം ഇടുന്ന ആൾക്കാരാണ്, എന്നാൽ നിങ്ങൾക്ക് ഒരു ലൈറ്റ് ഒരു എന്താ പറയുക ലിപ്സ്റ്റിക് ഷെയ്ഡ് ലിപ് ബാം ഒക്കെ വേണം. പക്ഷെ നമുക്ക് ഇപ്പം വിഷ് കെയറിന് ഈ ലിപ് ബാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതൊരു ലൈറ്റ്
ടൈപ്പ് ടിൻറ്റ് നമുക്ക് തരാൻ പോകുള്ളൂ. അപ്പൊ എന്നാൽ നേരത്തെ ടിൻറ്റ് വേണം. എന്നാൽ ഡോട്ട് ആൻഡ് കീ പോലെ ഡോട്ട് ആൻഡ് കീ ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷെ അവർ ഫ്ലോപ്പ് ആയിട്ട് സാധനത്തിൽ നമ്മൾ ഓക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ട് ഇതായി. അതാണ് അവരുടെ ഈ ഒരു ലിപ് ബാം. ഇതിനകത്ത് ഇത് അവരുടെ റൂബി ഷെയ്ഡ് ആണ്. ഇതിനകത്ത് SPF 50 ഉണ്ട്. അതുപോലെ വിറ്റാമിൻ സി, ഹൈലറോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ് പോലുള്ള ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന SPF പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ടിൻറ്റ് ഉള്ള ലിപ് ബാം ആണ്. ഈസി ആപ്ലിക്കേറ്റർ ആണ്. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലിപ് ബാമിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. നോർമൽ ആപ്ലിക്കേറ്റർ ആണ് ഇത്, പക്ഷെ ഇത് നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ മറ്റേ ലിപ് ബാം ഉള്ളതാണ് ഇങ്ങോട്ട് കാണിച്ചത്. എന്നാൽ നമുക്ക് ഇന്ത്യൻ സ്കിൻ ടോണിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം ന്യൂട്രൽ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡുമാണ്. എന്നാൽ നമുക്ക് മാനേജബിളും ആയിട്ടുള്ള ലിപ് ബാം ആണ്. ലിപ് പ്രൊട്ടക്ഷൻ തരും, ലിപ്പിന്റെ പിഗ്മെന്റേഷൻ ഈ ആ പിഗ്മെന്റേഷൻ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട് ഈ ലിപ് ബാം ഹെൽപ്പ് ചെയ്യും. അപ്പം പിഗ്മെന്റഡ് ലിപ്പാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് താല്പര്യം ഉണ്ടാവില്ല, ലിപ്സ്റ്റിക്കുകൾ താല്പര്യം, ഒരു ഗ്ലോയി ഫിനിഷുള്ള സാധനമൊക്കെയാണ് താല്പര്യമെങ്കിൽ അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആണ് ഫോക്സ്റ്റൺ ലിയർ ലിപ് ബാം. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തോക. ഇവർക്ക് 4 ഷെയ്ഡും ഉണ്ട്, 4 നല്ല ഷെയ്ഡ്സ് ആണ്, പ്ലെയിൻ ഷെയ്ഡും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ് ബാം ആണ് നമ്മുടെ ഡീകൺസ്ട്രക്ട് ഇയർ ലിപ് ബാം. ഇതിനകത്ത് SPF 30+ ആണുള്ളത്. PA ഇല്ല കേട്ടോ ഇതിനകത്ത്, SPF 30+ ഉള്ളു. പക്ഷെ ഇതിനകത്ത് വിറ്റാമിൻ സിയും റെസോസിനോളും ഉണ്ട്. ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുന്ന ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആണ്. SPF ഉള്ളതുകൊണ്ട് തന്നെ ഇത് നൈറ്റിൽ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. കാരണം അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ലിപ് ബാം ആണ്. നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ട്, ഡ്രൈ ആണ്, ചാപ്പ് ലിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിനകത്തുള്ള റെസോസിനോൾ നിങ്ങളുടെ ചാപ്നെസ് ഒക്കെ ഒന്ന് മാറ്റി ലിപ്പിനെ ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വിറ്റാമിൻ സിയുടെ ഇൻഗ്രീഡിയന്റ് 1% വിറ്റാമിൻ സി ഉള്ളത്, അത് നമ്മുടെ ആ ഒരു പിഗ്മെന്റേഷൻ മാറ്റാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പൊ എന്താ പറയുന്നത് 10%, ഇപ്പൊ 8% മിനിമലിസ്റ്റ് ഉള്ള പോലെ 1% ഡീകൺസ്ട്രക്റ്റീവ് ഇല്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു മൈൽഡ് ടു മോഡറേറ്റ് പിഗ്മെന്റേഷൻ ഉണ്ട്, SPF ഉള്ള ലിപ് ബാം വേണം മോർണിംഗിൽ യൂസ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആണ്. പക്ഷെ ചില ആൾക്കാർ വിഷ്കേരി പറഞ്ഞ പോലെ ഇതിന് ഒരു ഡ്രൈനെസ് പറഞ്ഞിട്ടുണ്ട് ലിപ്പിന്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി വിഷ്കെയറിന്റെ ഇപ്പം വിഷ്കെയറിന് ലിപ് ബാം എടുക്കുമ്പോൾ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 ലിപ് ബാം കിട്ടിയ ഡെഫിനറ്റ്ലി കമ്പയർ ചെയ്യത്തില്ലേ. അപ്പൊ എന്റെ പ്രശ്നം, എനിക്ക് ഈ ഡീകൺസ്ട്രക്റ്റീവ് പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാനിത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതായതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ ഒരു ചോക്കി എഫക്ട് എനിക്ക് ഫീൽ ആയി. അപ്പൊ എന്റെ ലിപ്പിന് അത് പറ്റത്തില്ല. പക്ഷെ നല്ല ഡ്രൈ ലിപ്പുകാർക്ക് പറ്റും. വിഷ്കെയർ നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസിലി ആണ് ആ ഒരു അപ്ലിക്കേഷൻ. അതാണ് എനിക്ക് തോന്നിയ മെയിൻ എഫക്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഡീകൺസ്ട്രക്റ്റും വിഷ്കെയർ ഉണ്ടല്ലോ ഇപ്പൊ നന്നായിട്ട് നിൽക്കുന്ന 2 ലിപ് ബാം, അതുകൊണ്ടാണ് ഞാൻ എന്റെ ഡിഫറൻസ് ലിറ്ററലി കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഡ്രൈ ചാപ്പ് ലിപ്പാണ്, പിഗ്മെന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല ഒരു അധികം ഡ്രൈ ആയിട്ട് ലിപ് ബാം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്കെയറും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതാണ് നമ്മുടെ ഹൈഫന്റെ പെപ്റ്റൈഡ് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ലിപ് ബാം. ഇത് വിറ്റാമിൻ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ലിപ് ബാം. ഇതിനകത്ത് വിറ്റാമിൻസ്, പെപ്റ്റൈഡ്സും ഒക്കെ ഉള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ഹെയ്ലി ബീബർ, അതായത് നമ്മുടെ ജസ്റ്റിൻ ബീബറിലെ പട്ടാൻ, അയാളുടെ വൈഫ് ഹെയ്ലി ബീബറിന്റെ റോഡിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയ ലിപ് ബാം ആണ്. അതിന്റെ അപ്ലിക്കേറ്റർ ഒക്കെ ഓൾമോസ്റ്റ് അതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ലിപ് ബാം. എനിക്ക് പറയാതിരിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ ലിപ് ബാമിന് ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ്, ഒരു വല്ലാത്തൊരു രുചിയാണ്. ഭയങ്കര എനിക്ക് അങ്ങനത്തെ രുചി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ലിപ് ബാം ഇടുമ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ട് ഇതെടുത്ത് ലിപ്പിലോട്ട് ഇടുമ്പോൾ ഫുൾ വായിക്കകത്ത് ഇങ്ങനെ ഇത് വരും, എന്താ സ്വീറ്റ് വരും. അപ്പം അയ്യോ പല്ലേച്ചില്ലേ അങ്ങനത്തെ ഒരു പെട്ടെന്നൊരു ഇത് വരും. പിന്നെ കുഴപ്പമില്ലല്ലോ, അങ്ങനെ ആയിപ്പോ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു ലിപ് ബാമിന് കുഴപ്പം. നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ജ്യൂസി ലിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ അവരുടെ SPF ഉള്ള ലിപ് ബാംസും എല്ലാം സൂപ്പറാണ്. ഇത് ഇവർ പറയുന്നില്ലെങ്കിലും ഇതിനകത്ത് ഇൻഗ്രീഡിയൻ ലിസ്റ്റിലോട്ട് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇതിനകത്ത് SPF ഉണ്ട്. പക്ഷെ എന്നാലും പ്രോപ്പർ SPF ഉള്ള ലിപ് ബാം ഇവർക്ക് വേറെ ഉണ്ട്, അതും നന്നായിട്ടുള്ളതാണ്. അത് ഞാൻ 1-2 തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ എൻ്റെ ഒരു കസിൻ്റെ. അല്ലാണ്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടും റിവ്യൂ വെച്ചിട്ടും നല്ല ലിപ് ബാം ആണ് ഇവരുടെ ഹൈഫന്റെ SPF ഉള്ള ലിപ് ബാം. ഇനി നമുക്ക് പറ്റിയ അല്ലാണ്ട് ഞാൻ റിവ്യൂ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ലിപ് ബാംസിനെ പറ്റി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ചെറിയ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡെർമക്കോടെ കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ലിപ് ബാം. അതല്ല നിങ്ങൾക്ക് ഡ്രൈ ലിപ്പാണ്, നിങ്ങൾക്ക് SPF ഉള്ള ലിപ് ബാം വേണമെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി പ്ലേയുടെ SPF ലിപ് ബാം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഫിക്സ്ഡെർമയുടെ ഷാഡോ ലിപ് ബാം 2 എണ്ണം ഉണ്ട്, 50യുടെ 2 എണ്ണം ഉണ്ട്. ഒരു യെല്ലോ ബോട്ടിലുണ്ട്, അതായത് നമ്മൾ നോർമൽ ഫിക്സ്ഡെർമയുടെ
സൺസ്ക്രീൻ ആ ബോട്ടിലുള്ളതുണ്ട്. അത് നമുക്ക് കൂടുതലും ഡ്രൈ ലിപ്സിനാണ് അല്ലെങ്കിൽ അവരുടെ കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ലിപ് ബാം ഉണ്ട്, ഒരു പർപ്പിൾ കളർ ബോട്ടിലുള്ളത്. അത് ആക്ച്വലി നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ള ലിപ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആണ്. അതുപോലെ തന്നെ കോൺഷ്യസ് കെമിസ്റ്റിന്റെ ലിപ് ബാം ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾക്ക് നൈറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാം ആണ് ഇൻഡി വൈൽഡിന്റെ ലിപ് ബാം. പൊളി സാധനമാണ്, SPF ഇല്ല പക്ഷെ പൊളി ലിപ് ബാം ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഫന്റെ ലിപ് ബാം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത് ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. നല്ല ലിപ് ബാംസ് ആണ്, കാരണം റിവ്യൂ വെച്ചിട്ടും ഇൻഗ്രീഡിയൻ ലിസ്റ്റ് വെച്ചിട്ടും ടോപ്പിൽ നിൽക്കുന്നതാണ്. ബാക്കിയുള്ള ലിപ് ബാംസ് വേറെയും NMF എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫാർമസി ലിപ് ബാം ഉണ്ട്, അതിനെപ്പറ്റി ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്റെ പേഴ്സണൽ പ്രിഫറൻസിലുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് പറഞ്ഞത്. സോ ഇതായിരുന്നു എന്റെ ലിപ് ബാമിന്റെ റിവ്യൂ എന്ന് പറയണോന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് എന്റെ ടോപ്പ് പിക്സിലുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ലിപ് ബാംസിനെ പറ്റിയിട്ട്, നിങ്ങൾക്ക് പിഗ്മെന്റഡ് ടാപ്പ് ഡീഹൈഡ്രേറ്റഡ് ലിപ്പ് ആണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ലിപ് ബാംസ്, ഒരുപാട് 1-2 ലിപ് ബാമിനെ പറ്റി ഡെഫിനറ്റ്ലി ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സാധനം, വർത്ത് ട്രൈങ് ആയിട്ട് ലിപ് ബാംസിനെ പറ്റിയിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലിങ്കിലും ഒക്കെ ടാഗ് പ്രൊഡക്റ്റിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ഡ്രൈ ലിപ്പോ ചാപ്പ് ലിപ്പോ പിഗ്മെന്റഡ് ലിപ്സോ ഒക്കെ ഉള്ള ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ആലോചിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലാണ് ഞാൻ വരുന്നത്. ട്യൂസ്ഡേ Q&A ആണ്. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.